നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലേ. എനിക്കും ഫുഡ് ഒരു വീക്ക്നെസ് തന്നെയാണ്. ഞാൻ ഇതിൽ പാസ് ചെയ്ത് പോയപ്പോഴാണ് ദേ അളിയൻസ് തട്ടുകട എന്ന് പറഞ്ഞൊരു തട്ടുകട കണ്ടത്. പക്ഷേ എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചത് ഇവിടുത്തെ മെനു ബോർഡാണ്. ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിൽ ചിലതിൻ്റെ പേര് ഞാനൊന്ന് പറയാം. മുട്ട പൊട്ടിത്തെറിച്ചത്, ഇടിയിറച്ചി, പൊറോട്ട ബിരിയാണി, അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് കേട്ടു. എന്തായാലും ഇതൊന്ന് പോയി ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഇവിടുത്തെ സ്റ്റാർ ഐറ്റം. അതെ, സ്റ്റാർ ഐറ്റം ഏറ്റവും വലിയ സ്റ്റാർ ഇതാണ് മുട്ട പൊട്ടിത്തെറിച്ചത്. 10 വർഷമായിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. ഇതുവരെ അതിനൊരു കോട്ട സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്ത് ഒരു പുതിയ കടയാകുമ്പോൾ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്ത് ഇടിയിറച്ചി എന്ന് പറഞ്ഞ ഐറ്റമാണ്. പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് മുട്ട പൊട്ടിത്തെറിച്ചതാണ്. 10 വർഷമായിട്ട് ഇപ്പോഴും ഹിറ്റാണ്. വൻപന ഹിറ്റാണ്. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡബിൾ ഓംലെറ്റ് ഉണ്ട്, അതിനകത്തൊരു ബറോട്ടയുണ്ട്, അതിനകത്ത് ചിക്കനുണ്ട്, ഞങ്ങളുടെ 3-4 മസാലകളുണ്ട്. എല്ലാം കൊണ്ടുവന്ന് കംഫർട്ടബിളായ ഒരു ഐറ്റമാണ്. അതുപോലെ ചിക്കൻ ഇടിയിറച്ചി എന്ന് പറയുന്ന ഐറ്റം ഇത് 130 ഉള്ളൂ, 130 രൂപയെ വിലയുള്ളൂ. ഇതിന് ചിക്കൻ ഫ്രൈ എടുത്ത് നമ്മൾ എല്ലാവരും ഇടിയിറച്ചി എന്ന് പറയുമ്പം നിങ്ങളാരും കമൻറ്റ് ചെയ്ത് ഞങ്ങളെ വഴക്ക് പറയരുത്. ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഉണക്കിറച്ചിയല്ല. ഞങ്ങൾ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി എടുത്ത് ഇടിച്ച് പരുവപ്പെടുത്തി മസാലകൾ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നതാണ്. അതേ റേറ്റേ ഉള്ളൂ. ഇടിയിറച്ചി എന്ന് പറഞ്ഞാൽ വമ്പനൊരു പ്രോസസ്സാണ്. മുട്ട പൊട്ടിത്തെറിച്ചതിൻ്റെ ഒരു ഡബിൾ ഓംലെറ്റ്, അതിന് മുകളിൽ ഒരു ബറോട്ട, അതിന് മുകളിൽ ബീഫോ ചിക്കനോ ആസ് പെർ വരുന്ന കസ്റ്റമൈസ് ചോയ്സ് ആഡ് ചെയ്ത് മസാലകളൊക്കെ ഇട്ടെടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ പുതിയ ഡിഷസ് വല്ലതും ഇവിടെ കൊണ്ടുവരാൻ പുതിയ 2 ഡിഷസ് ഞങ്ങളൊരു മാസങ്ങളിൽ ലോഞ്ച് ചെയ്യും. ചിക്കൻ വെഴുക്കുരട്ടി, അങ്കമാലി ബീഫ്, ഗൂർക്ക ഇട്ട അങ്കമാലി ബീഫ്, ചിക്കൻ വെഴുക്കുരട്ടി, ലൈവ് അപ്പം. ഇത് 3 ഇനി ഞങ്ങളുടെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഐറ്റംസ്. ഇപ്പോഴും എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ വേറെ 2 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. മുട്ട ഞെരിച്ചത്, മുട്ട അള്ളി പിടിച്ചത് എന്നൊക്കെ പറയുന്നത്. അതെല്ലാം ഞങ്ങൾ ഡിസ്പോസ് ചെയ്ത് കളയും. ഒരു പരുവം വരെ വരുമ്പോൾ ഞങ്ങൾ പുതിയ ഐറ്റംസിലേക്ക് വരും. പൊറോട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും കൊത്തു പൊറോട്ടയാണ്. ഒരിക്കലുമല്ല. കൊത്തു പൊറോട്ട പോലെ നമ്മൾ തുടങ്ങിയതിന് ശേഷം അതിനെ ഗ്രേവികൾ ഒഴിച്ച് അതിനെ നമ്മൾ ദം പോലെ മാറ്റിയെടുക്കുന്ന വേറൊരു ലെവൽ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് പൊറോട്ട ബിരിയാണി. ചേട്ടൻ ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് ഓൾ ഇൻ ഓൾ ഒക്കെയാണെന്ന് പറയാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. നമ്മളായിരിക്കണമല്ലോ ഒരു കടയിൽ ഓൾ ഇൻ ഓൾ, നമ്മുടെ കൈ ചെല്ലണം. ഇപ്പോൾ ബിനുചേട്ടനെ പറ്റി അന്വേഷിച്ച് പറഞ്ഞത് സിവിൽ എഞ്ചിനീയർ ആണ്. ഈ കുക്കിങ്ങിനോടുള്ള പാഷനാണ് ഇതിലേക്ക് കൊണ്ടുവന്നതെന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ആ സ്റ്റോറി ഒന്ന് പറയും? ആ സ്റ്റോറി വലിയ സ്റ്റോറിയാണ്. ഞാൻ പഠിച്ചത് പുറത്താണ്. ഞാൻ ബിടെക് സിവിലാണ്. ഒരുപാട് ജോലികളൊക്കെ ചെയ്തു. അതിനുശേഷം എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയൊരു ജോലി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സന്തോഷം തരുന്ന എന്തും ചെയ്യും, അത്രയേ ഉള്ളൂ. നമ്മളേക്ക് പുറനാട്ട് ജീവിച്ചപ്പോൾ നമ്മളിലേക്ക് ഒന്നും ആ ഒരു ഇതില്ല. ഇപ്പോൾ മുട്ട പൊട്ടിത്തെറിച്ചതുണ്ട്, പൊറോട്ട ബിരിയാണിയുണ്ട്, ഇടിയിറച്ചിയുണ്ട്, ഇനി പുതിയ 2 ഐറ്റവും കൂടെ വരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ സംഭവങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഏതിലും വെറൈറ്റി കണ്ടെത്തും. ഈ കാഞ്ഞിരപ്പള്ളി ബീഫ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. ഈ ബീഫ് ഫ്രൈ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ബീഫ് റോസ്റ്റ് ഉണ്ട്. അതുകൂടാതെ ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ ആണ്. ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ പോലെ എടുത്ത് നല്ല കാഞ്ഞിരപ്പള്ളി അച്ചായന്മാർ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ് ബീഫ്. അതൊന്നും നമ്മൾ വലുതായിട്ട് ചാർജൊന്നും ഈടാക്കുന്നില്ല. അതിൽ നിന്ന് 10 രൂപ റേറ്റേ അധികമുള്ളൂ. നമ്മുടെ ബീഫിൽ നിന്ന് 10 രൂപ കൊണ്ട് റേറ്റ്. ചേട്ടൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാ? എനിക്ക് അങ്ങനെ ഫേവറേറ്റ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ കാഞ്ഞിരപ്പള്ളിയാണ്. ചിക്കൻ കാഞ്ഞിരപ്പള്ളി ഇത് ചിക്കൻ ഇടിയിറച്ചി, അതാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബറോട്ട ബിരിയാണി, ചിക്കൻ കാഞ്ഞിരപ്പള്ളിയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എല്ലാവരുടെയും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അജിനോമോട്ടയോ കളറോ വേറെ ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യുന്നില്ല. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും മേടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ട് പൈസ തരാം. സംഭവം അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ ഒരു ഡിഷിനെ കുറിച്ച് കേൾക്കുന്നതും ഇന്നാണ്, ആദ്യമായിട്ട് കഴിച്ചു നോക്കുന്നതും ഇന്നാണ്. ഒരു വെറൈറ്റി സംഭവം തന്നെ. ഒരു ഡബിൾ ഓംലെറ്റിനകത്ത് ഇങ്ങനെ പൊറോട്ടയും ബീഫും ഒക്കെ സ്റ്റഫ് ചെയ്ത് മുട്ട പൊട്ടിത്തെറിച്ച് തന്നെയാണ്. സൂപ്പർ ഐറ്റമാണ്. ഇനിയിപ്പോൾ ഇടിയിറച്ചി വെയിറ്റിംഗ് ആണ്. ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഒരു ചെറിയ വിശപ്പുമായിട്ട് ഇതിലെ ഒന്ന് പാസ് ചെയ്താണ്. ഇപ്പോൾ മനസ്സ് നിറയെ സന്തോഷവും വയറും നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത്ര സ്വാദിഷ്ടമായ ആഹാരമാണ് ഈ ദേ അളിയൻസിൽ വിളമ്പുന്നത്. എന്തായാലും മുട്ട പൊട്ടിച്ചെറിച്ചതുണ്ട്, ചിക്കനുണ്ട്, ഇഷ്ടം പോലെ ഐറ്റമുണ്ട്. ഇനിയും പുതിയ ഐറ്റംസ് ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും ഇനിയും ഇങ്ങോട്ട് വരും. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം കേട്ടോ. ഈ ടേസ്റ്റൊക്കെ നമ്മളൊന്ന് രുചിച്ചറിയേണ്ടത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.